നമസ്കാരം. 90കളിലെ ഒരു ദിവസം ബോംബെയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള പോലീസുകാർ. പഠിച്ച പടി 18 പോലീസുകാർ നോക്കിയിട്ടും ആ ചെറുപ്പക്കാരൻ ഒന്നും അങ്ങോട്ട് പറയുന്നില്ല. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇൻസ്പെക്ടറും അയാളുടെ കൂടെയുള്ള പോലീസുകാരും ചേർന്ന് അവനെ തല്ലി ഒരു പരുവാക്കി എന്ന് പറയാം. പക്ഷെ എന്നിട്ടും അവൻ ഒന്നും വിട്ടു പറയുന്നില്ല. ബോംബെയിൽ ശരിക്കും സകലരും പേടിയോട് മാത്രം കേൾക്കുന്ന ഒരു പേരിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ. പക്ഷേ അവൻ ചെയ്തു എന്ന് പോലീസ് കരുതുന്ന ഓരോ കുറ്റകൃത്യത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും ഉത്തരങ്ങളൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് മാത്രമല്ല ഒരു കാര്യവും അവൻ സംസാരിക്കുന്നില്ല. നിരാശനായ ഇൻസ്പെക്ടർ സാവധാനം ആ ഭേദ്യം ചെയ്യുന്ന മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അയാളുടെ സീറ്റിൽ വന്നിരിക്കുകയാണ്. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ഒരു പോലീസുകാരൻ ഓടി ഇൻസ്പെക്ടറുടെ അടുത്ത് വന്നു. സർ, അവൻ ചോദിക്കുന്ന കാര്യം കുടിക്കാൻ കൊടുത്താൽ അവൻ കാര്യങ്ങൾ പറയാമെന്നാ പറഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പോലീസുകാരൻ ആ കാര്യം ഇൻസ്പെക്ടറോട് പറഞ്ഞത്. അത് കേട്ടതും ഇൻസ്പെക്ടർ ആ പോലീസുകാരനോട് തട്ടിക്കയറുകയാണ്. ഡേ, നീ എന്തായി പറയുന്നത്? അവനെ നമ്മൾ മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് നീ പറയുന്നത്? സർ, മദ്യമൊന്നും അവന് വേണ്ട സർ. പിന്നെ സർ, അവന് രക്തമാണ് വേണ്ടത്. രക്തോ? അറിയാതെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ സീറ്റിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. രക്തം കുടിക്കാൻ ചോദിക്കുന്ന ഒരു പ്രതിയെ അയാൾ ആദ്യമായിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സാർ, അവന് രക്തം കൊടുത്താൽ അവൻ എല്ലാ കാര്യവും നമ്മളോട് സംസാരിക്കും. അതിനിപ്പോൾ നമ്മളിപ്പോൾ രക്തത്തിലൂടെ പോകും. സാർ, നമുക്ക് ഏതെങ്കിലും ഇറച്ചിക്കടയിൽ പോയാൽ അവിടെ നിന്ന് രക്തം കിട്ടുമല്ലോ സാർ, അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. പോലീസുകാരൻ ശരിക്കും ആത്മവിശ്വാസത്തോടുകൂടിയാണ് അങ്ങനെ സംസാരിച്ചത്. അത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് ഒരു കൗതുകം. ഇൻസ്പെക്ടർ സമ്മതിച്ചു. ഉടൻ തന്നെ പോലീസുകാരൻ തൊട്ട് സമീപത്തുള്ള മാർക്കറ്റിലേക്ക് ഓടി. അവിടെ ഇറച്ചി സ്റ്റോളുകളുണ്ട്. അവിടെ നിന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു കുപ്പി നിറയെ രക്തവുമായി സ്റ്റേഷനിലേക്ക് ഓടി വന്നു. ആ പോലീസുകാരൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന കാര്യത്തിൽ ഇൻസ്പെക്ടർക്ക് വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ അതുകൊണ്ട് തന്നെ ആ പോലീസുകാരൻ വരുന്നു നോക്കി കാത്തു നിൽക്കുകയാണ്. പോലീസുകാരനെത്തി രക്തം കുപ്പിയോടുകൂടി അകത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിയുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. കുപ്പി നിറയെ രക്തം കണ്ടതും ആ ചെറുപ്പക്കാരൻ വല്ലാത്ത ആർത്തിയോടുകൂടി ആ കുപ്പിയിലേക്ക് നോക്കി. ഉടൻ തന്നെ പോലീസുകാരൻ ആ കുപ്പി രക്തം ആ ചെറുപ്പക്കാരന് കൊടുത്തു. അവൻ ആ അടപ്പഴിച്ച് വായ്ക്കകത്തേക്ക് ഒരു കമത്ത്. ശരിക്കും അവൻ ആ രക്തം വായ്ക്കകത്തേക്ക് കമഴ്ത്തുന്ന കാഴ്ച ഞെട്ടലോടുകൂടി മാത്രമേ പോലീസുകാർക്ക് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ആ കാഴ്ച കണ്ടതും അമ്പരന്ന് പോലീസുകാരൊക്കെ പെട്ടെന്ന് സൈഡിലോട്ട് മാറി. ഇൻസ്പെക്ടർ പോലും വല്ലാണ്ടായിപ്പോയി. ആ ചെറുപ്പക്കാരൻ കൂടുകൂടാ ആ രക്തവും കുടിച്ചു. അതിനുശേഷം അവന്റെ കുറ്റകൃത്യങ്ങളൊക്കെ പോലീസിനോട് പതുക്കെ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ ഹിന്ദു പുരാണത്തിൽ നമ്മളെല്ലാവരും ഒരു കഥാപാത്രത്തെ വായിച്ചിട്ടുണ്ട്. രക്തബീജ രാക്ഷസൻ, അസുരനാണ്. ആ അസുരൻ സകലർക്കും വല്ലാത്തൊരു പ്രശ്നമായി മാറിയപ്പോൾ അവനെ കൊല്ലാനായി അവനുമായി യുദ്ധം ചെയ്യുന്ന ദേവന്മാർ അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന ആ നിമിഷത്തിൽ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം തറയിലേക്ക് വീഴും. തറയിലേക്ക് രക്തം വീണാൽ ആ നിമിഷം അവിടെ നിന്ന് വീണ്ടും ഒരു രക്തബീജ അസുരൻ തന്നെ ഉണ്ടായി വരും. അവന്റെ പുറത്തുനിന്ന് പുറത്തേക്ക് വീഴുന്ന ഏത് രക്തത്തുള്ളിയും പുതിയ അസുരന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഒരു രക്തബീജ അസുരനെ നേരിടാൻ ഇറങ്ങിയ ദേവന്മാർ അല്പസമയം കൊണ്ട് 100 കണക്കിന് അസുരന്മാരോട് എതിരിടേണ്ടി വരുമ്പോൾ തോറ്റോടിയ ചരിത്രം പുരാണത്തിലെ ഒരു വല്ലാത്ത സംഭവമാണ്. ദേവന്മാർക്ക് പോലും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന പൂർണ്ണ ബോധ്യം ആ അസുരന് ഉണ്ടായപ്പോൾ അസുരൻ അവന്റെ അസുര കൃത്യങ്ങളുടെ അളവങ്ങ് വർദ്ധിപ്പിച്ചു. ശരിക്കും മനുഷ്യർക്കും ദേവന്മാർക്കും വാസം അസാധ്യമായ ആ സമയത്ത് രക്തബീജ അസുരനെ അവസാനിപ്പിക്കാനായി രംഗത്ത് വന്നത് സാക്ഷാൽ കാളിയാണ്. കാളിക്ക് രക്തബീജ അസുരന്റെ ആ കപ്പാസിറ്റിയെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ രക്തബീജ അസുരനുമായി ഏറ്റുമുട്ടിയ കാളി അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും തറയിൽ വീഴാതിരിക്കാൻ രക്തം അവന്റെ പുറത്തുനിന്ന് ഇറ്റു വീഴുമ്പോൾ നാക്കുകൊണ്ട് അങ്ങ് ഒപ്പിയെടുക്കും. ഒരു വലിയ നാക്ക് ഉപയോഗിച്ച് ശരിക്കും രക്തബീജ അസുരന്റെ ആ രക്തം മുഴുവൻ ഒപ്പിയെടുത്ത കാളി ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ അവനെ കൊന്ന കഥ പുരാണങ്ങളിലെ ഒരു രസകരമായ കഥയാണ്. അസുരനെ കൊല്ലുകയാണ് അവിടെ കാളി ചെയ്തത്.
അവൻ കാളി ഭക്തനായതുകൊണ്ട് തന്നെ കാളി ചെയ്ത അതേ കാര്യമാണ് അവന് ചെയ്യുന്നത്. അസുരനെ കൊന്ന് രക്തം കുടിച്ച കാളിയുടെ അതേ ശൈലിയിൽ അസുരന്മാരായി അവന് തോന്നുന്ന ആളുകളെ കൊന്ന് അവൻ രക്തവും കുടിക്കും. അവൻ കൊല്ലുന്ന ആളുകളുടെ രക്തം കളക്ട് ചെയ്തതിനു ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുകയോ ചെയ്യും. നമ്മൾ ചോറ്റിലേക്ക് കറി ഒഴിക്കുമെങ്കിൽ അവൻ കറി ഒഴിക്കുന്നതിന് പകരം ഒഴിക്കുന്നത് അവൻ കൊന്ന ആളിന്റെ രക്തമായിരിക്കും. രക്തം ഒഴിച്ച് ആ ചോറൊന്ന് കൂട്ടിക്കുഴച്ച് കഴിക്കുക എന്നുള്ളത് അവന്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അവന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറിൽ കുഴയ്ക്കാനായി മനുഷ്യന്റെ രക്തം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന്റെ നോട്ടം ഏതെങ്കിലും മൃഗങ്ങളുടെ രക്തമാണ്. മൃഗങ്ങളുടെ രക്തമോ കോഴിയുടെ രക്തമോ എന്തായാലും കുഴപ്പമില്ല, രക്തം വേണം അവന് ഈ ചോറൊന്ന് കുഴച്ചെടുക്കാൻ. ചോറ്റിന് പകരം ചപ്പാത്തിയാണ് കഴിക്കുന്നെങ്കിലും അവന് അതിൽ കുഴയ്ക്കാൻ രക്തം വേണം. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് മനുഷ്യ രക്തമോ മൃഗങ്ങളുടെ രക്തമോ കോഴിയുടെ രക്തമോ ഒന്നും ലഭ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതും നമ്മളെ അമ്പരപ്പിക്കുന്ന മാർഗമാണ്. അവൻ അവന്റെ കൈ അങ്ങ് മുറിക്കും. കൈ മുറിച്ചിട്ട് കൈയിൽ നിന്ന് രക്തം നേരെ ആ പാത്രത്തേക്ക് ഇറ്റു വീഴ്ത്തും. അങ്ങനെ വീഴുന്ന രക്തത്തെ അവൻ ചോറുമായി അങ്ങ് മിക്സ് ചെയ്യും. എന്നാൽ മാത്രമേ അവൻ ആ ചോറ് കഴിക്കാൻ പറ്റൂ. രക്തം കഴിച്ച് ജീവിക്കുന്ന ആ 28 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരന്റെ കഥ കേട്ട് പോലീസിന്റെ കിളി പോയെന്ന് പറയാം. ആ ചെറുപ്പക്കാരന്റെ പേര് വെങ്കിടേഷ് ബാഗ റെഡ്ഡി എന്നാണ്. വെങ്കിടേഷ് ബാഗ റെഡ്ഡി ഒരു ആന്ധ്രക്കാരനാണ്. സംയുക്ത ആന്ധ്രയിലെ മുഷറഫ് ജില്ലക്കാരനാണ് വെങ്കിടേഷ് ബാഗ റെഡ്ഡി. ഈ വെങ്കിടേഷ് ബാഗ റെഡ്ഡിയെ ആളുകൾ വിളിക്കുക ബാഗ റെഡ്ഡി എന്നാണ്. കുറെ കൂടി ചുരുക്കി ആളുകൾ ബാഗ എന്ന് വിളിക്കും. ബാഗ ഏതാണ്ട് 11ാം ക്ലാസ് പൂർത്തീകരിച്ചപ്പോൾ പഠിത്തം മതിയാക്കിയിട്ട് IT പോയ കക്ഷിയാണ്. IT വിദ്യാഭ്യാസത്തിന് ശേഷം അവൻ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഹോബി എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ആണ്. ജോലിയില്ലാത്ത സമയത്തൊക്കെയും ജിമ്മിലേക്ക് ഓടിപ്പോകുന്ന അവൻ അതിവേഗമാണ് അവന്റെ ബോഡി ബിൽഡ് ചെയ്തെടുത്തത്. ബാഗ അടിപൊളി ബോഡിയുമായി ആ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ തലവര മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. അവിടെ യാദൃശ്യവശാൽ എത്തിയ ഒരു കക്ഷി ബാഗയെ കണ്ടതും ബാഗയോട് ചോദിച്ചു, ഏയ് നീ എൻ്റെ സെക്യൂരിറ്റി ഗാർഡ് ആവുന്നു. ബാഗയുടെ ഒത്ത ശരീരം കണ്ടിട്ടാണ് ഹാജിബായി എന്ന വിളിപ്പേരുള്ള ആള് ആ ചോദ്യം ചോദിച്ചത്. ഹാജിബായിയുടെ ചോദ്യം കേട്ടതും ബാഗ സമ്മതിച്ചു. ആ വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ ജോലി അല്ലെങ്കിലും അവന് മടുത്തിരിക്കുകയായിരുന്നു. ഹാജിബായിയുടെ ബോഡി ഗാർഡ് ആകാമെന്ന് അവൻ സമ്മതിച്ചപ്പോഴാണ് ഹാജിബായി അവനോട് ആ കാര്യം വ്യക്തമാക്കുന്നത്. ഹാജിബായിയുടെ താമസ സ്ഥലം ഹൈദരാബാദ് അല്ല, അയാൾ താമസിക്കുന്നത് ബോംബെയിലാണ്. ബോംബെയിലേക്ക് വന്നാലേ ജോലി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ബാഗ ഹാജിബായിക്കൊപ്പം ബോംബെയിലേക്ക് ചെല്ലാമെന്ന് സമ്മതിച്ചു. വെങ്കിടേഷ് ബാഗ റെഡ്ഡിയുടെ ജീവിതം ആകെ മാറ്റിമറിച്ചത് ആ ഒരു തീരുമാനമാണ്. ഹാജിബായിയുടെ ബോഡി ഗാർഡായി 1989 മുഷറഫാബാദിൽ നിന്ന് വെങ്കിടേഷ് ബാഗ റെഡ്ഡി ബോംബെയിൽ എത്തുന്നത്. ബോംബെയിൽ ഹാജിബായിയുടെ ബോഡി ഗാർഡായി വർക്ക് സ്റ്റാർട്ട് ചെയ്ത വെങ്കിടേഷ് ബാഗ റെഡ്ഡി അധികം സമയം കഴിയുമ്പോൾ ഒരു ബാറിലെ ബൗൺസറായി മാറി. അവന്റെ ഒത്ത ബോഡി കണ്ട ഹാജിബായിയുടെ ഒരു സുഹൃത്ത്, ഒരു ബാർ ഓണർ, അവനെ ആ ബാറിലേക്ക് വിടാൻ പറ്റുമോന്ന് ഹാജിബായിയോട് ചോദിച്ചപ്പോൾ ഹാജിബായി സമ്മതിച്ചതുകൊണ്ടാണ് വെങ്കിടേഷ് ബാഗ റെഡ്ഡിക്ക് ആ ബാറിൽ ബൗൺസറായി ജോലി കിട്ടിയത്. നല്ല പൊക്കവും അതിനൊത്ത ശരീരവും നല്ല മസിലുമുള്ള വെങ്കിടേഷ് ബാഗ റെഡ്ഡി പെട്ടെന്ന് വെറും ബാഗയായി മാറി. ബാഗ ഭായ് ആ ശൈലിയിലായി ആളുകളുടെ സംബോധന. ശരിക്കും നല്ല ഉറച്ച മസിലുള്ള ബാഗ ആ ബാറിന്റെ ഏതെങ്കിലും കോണിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ പെട്ടെന്ന് സൈലന്റ് ആവും. ബാഗയെ കണ്ടാൽ ആരും ഒന്ന് സൈലന്റ് ആയി പോകും. ബാഗ ആ ബാറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരുമായി പെട്ടെന്നാണ് ബാഗ സൗഹൃദത്തിലായത്. അവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ ഗ്യാങ്ങിന് പ്രതികരിച്ചെത്തുന്നത്, അവരിൽ ആരെങ്കിലുമൊക്കെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധമുള്ളവരുണ്ടോ, അങ്ങനെ 100,000 കാര്യങ്ങൾ ബാഗ അവരുമായി പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കിയെടുക്കും. ആ ഇൻഫർമേഷൻ അധികം നാൾ കഴിയുമ്പോൾ ബാബയ്ക്ക് ഒരു സെല്ലിംഗ് പോയിന്റായി. ഒരു ഗ്യാങ്ങിനെ കുറിച്ചുള്ള വിവരം വേറൊരു ഗ്യാങ്ങിന് ചോർത്തി കൊടുത്താൽ ബാഗയ്ക്ക് ക്യാഷ് കിട്ടും. പെട്ടെന്നാണ് ബാഗ ആ ട്രേഡ് സീക്രട്ട് പഠിച്ചത്. രഹസ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചാൽ കാശ് ഓടി വരുമെന്നുള്ള കാര്യം. ബാറിനകത്ത് പലപ്പോഴും രഹസ്യങ്ങൾ അങ്ങനെ പൊളിഞ്ഞു വീഴും. ബൗൺസർ എന്ന നിലയിൽ
ബാറിനകത്തുകൂടി സഞ്ചരിക്കുന്ന ബാഗയുടെ മുന്നിലേക്ക് ഇഷ്ടംപോലെ രഹസ്യങ്ങൾ വന്നു വീഴാറുണ്ട്. ആ രഹസ്യങ്ങൾ പതുക്കെ പതുക്കെ ബാഗയ്ക്ക് കാശ് ഉണ്ടാക്കി കൊടുത്തു തുടങ്ങി. ബാഗ ഒരു വ്യക്തിയുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അടുത്ത വ്യക്തിക്ക് കൊടുക്കുന്ന പോലെ ഒരു ഗ്യാങ്ങിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അടുത്ത ഗ്യാങ്ങിന് കൊടുക്കും. ഈ പ്രക്രിയ നടക്കുന്നിടയിൽ ബാഗയ്ക്ക് അണ്ടർവേൾഡുമായി നല്ല ബന്ധമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഡിംപിൾ ദാദ എന്ന ഒരു അധോലോക നേതാവ് ബാഗ വർക്ക് ചെയ്യുന്ന ബാറിലെത്തുന്നത്. ഡിംപിൾ ദാദ ആ ബാറിലേക്ക് കടക്കുമ്പോൾ തന്നെ വെങ്കടേഷ് ബാഗ റെഡ്ഡിയെ ഒന്ന് ശ്രദ്ധിച്ചു. നല്ല പൊക്കവും അതിനൊത്ത ശരീരവുമുള്ള നല്ല ഉറച്ച മസിലുള്ള ബാഗ ഒരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ച കണ്ണിലുടക്കിയ ഡിംപിൾ ബാഗെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു ഓഫർ വെച്ചു. അയാൾ ചെമ്പൂര് മേഖലയിലെ അറിയപ്പെടുന്ന ഒരു ദാതയാണ്. അയാൾക്കൊപ്പം കൂടുന്നു എന്നാണ് ഡിംപിൾ ദാദ ബാഗയോട് ചോദിച്ചത്. അങ്ങനെ കൂടിയാൽ പ്രതിമാസം നല്ലൊരു തുക കൊടുക്കാമെന്ന് കൂടി ഡിംപിൾ ദാദ ബാഗയോട് പറഞ്ഞതും ബാഗ ആലോചിക്കാനൊന്നും നിൽക്കാതെ ആ ഓഫർ അങ്ങ് ഏറ്റെടുത്തു. ഡിംപിൾ ദാദയെ ആളുകൾ പറഞ്ഞ് ബാഗയ്ക്ക് അറിയാം. ചെമ്പൂർ മേഖലയിൽ സകലരും അറിയുന്ന ഒരു മാഫിയ രാജാവ് തന്നെയാണ് ഈ ഡിംപിൾ ദാദ. ഡിംപിൾ ദാദയുടെ അനുയായി അയാൾക്കൊപ്പം കൂടിയ ബാഗയ്ക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിംപിൾ ദാദ ഒരു കൊട്ടേഷൻ കൊടുത്തു. ബാന്ദ്ര മേഖലയിലെ ഒരു വ്യവസായിയുടെ മകനെ തട്ടിക്കൊണ്ടുവരാനുള്ള കൊട്ടേഷനാണ് ഡിംപിൾ ദാദ ബാഗയ്ക്ക് കൊടുത്തത്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുവരുന്നതിനായി ബാഗയ്ക്ക് ഡിംപിൾ ദാദ ഓഫർ ചെയ്തത് 1,00,000 രൂപയാണ്. 90കളുടെ തുടക്കത്തിൽ 1,00,000 രൂപ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ടാണ്. ഡിംപിൾ ദാദ പറഞ്ഞ ആ തുക കേട്ടതും ബാഗ 2 കൈ നീട്ടി ആ ഓഫർ സ്വീകരിക്കുകയായിരുന്നു. ആ ഓഫർ സ്വീകരിച്ച ബാഗ അന്ന് മുതൽ ആ കുട്ടിയെ നിരീക്ഷിച്ചു തുടങ്ങി. ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ ആ വ്യവസായിയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് യാത്ര തിരിക്കുന്ന സമയം മുതൽ തിരിച്ച് വ്യവസായിയുടെ വീട്ടിൽ മടങ്ങി എത്തുന്നവരെയുള്ള ആ സമയം ബാഗ അവനെ നിരീക്ഷിക്കുകയാണ്. അവനൊപ്പം എപ്പോഴും സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. ആ വ്യവസായിയുടെ വീടിന് മുന്നിൽ നിന്ന് സ്കൂൾ വാനിലാണ് ആ കുട്ടി കയറുന്നത്. സ്കൂളിന്റെ വാനിൽ ആ കുട്ടി കയറി കഴിഞ്ഞാൽ ഉടൻ വാഹനം വീടിന് മുന്നിൽ നിന്ന് മൂവ് ചെയ്യും. ആ നിമിഷത്തിൽ ആ വാഹനത്തിന്റെ പുറകെ മറ്റൊരു വാഹനത്തിൽ 2 സെക്യൂരിറ്റി ഗാർഡുകൾ ആ വാഹനത്തെ ഫോളോ ചെയ്യും. ആ കുട്ടിയെ കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനം പോകുന്ന വഴിക്ക് വേറെയും കുട്ടികളെ ആ വാഹനത്തിൽ കയറ്റുന്നുണ്ട്. അപ്പോഴെല്ലാം ആ സ്കൂൾ വാനിന്റെ തൊട്ടുപുറകിൽ തന്നെ സെക്യൂരിറ്റി ഗാർഡ് കാറ് കാണും. സ്കൂൾ വാൻ സ്കൂൾ ഗേറ്റിന്റെ മുന്നിലെത്തുമ്പോൾ കുട്ടികളൊക്കെ ആ വാനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാറ് നിർത്തി സെക്യൂരിറ്റിക്കാരൻ പുറത്തിറങ്ങി. കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സെക്യൂരിറ്റി ഗാർഡുകൾ ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഒന്നൊന്നായി സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കും. ആ വ്യവസായിയുടെ കുട്ടി സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ഗാർഡുകൾ വീണ്ടും കാറിനകത്തേക്ക് കയറും. പിന്നീട് അവരവിടെ പ്രത്യക്ഷപ്പെടുക സ്കൂൾ വിടുന്ന സമയത്താണ്. അവരാ പരിസരത്ത് തന്നെ കാണും. ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനായി ആ വ്യവസായി ഏർപ്പാടാക്കിയിരിക്കുന്ന സംവിധാനം 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും വെങ്കടേഷ് ബാഗ റെഡ്ഡി പഠിച്ചെടുത്തു. അത് പഠിച്ചപ്പോൾ ഒരു കാര്യം ബാഗയ്ക്ക് മനസ്സിലായി. ആ കുട്ടിയെ അങ്ങനെ എളുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. വൈകുന്നേരം ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കുന്നവരെയും ആ വാനിന്റെ തൊട്ടുപുറകെ ആ സെക്യൂരിറ്റി ഗാർഡുകളുടെ വാഹനം ഉണ്ടാവും. ആ കുട്ടി വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡുകൾ വീടിന് ചുറ്റും കാവലായിട്ടുണ്ടാവും. ആ ഗാർഡുകൾക്ക് പുറമെ വേറെയും ഗാർഡുകൾ ആ വീടിനും കാവലുണ്ട്. വീടിനകത്ത് കയറി ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടി നടക്കില്ല എന്ന് 2 ദിവസത്തെ നിരീക്ഷണം കൊണ്ട് തന്നെ ബാഗ റെഡ്ഡി മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് സ്കൂളിനകത്ത് കയറി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടി, അതും നടക്കില്ല. അവിടെയും വൻ സെക്യൂരിറ്റി സംവിധാനമുണ്ട്. പിന്നെയുള്ളത് വീടിനും സ്കൂളിനും ഇടയിലുള്ള ആ വാഹന ഓട്ടമാണ്. വാഹനം ഓടുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാന്ന് പറയുമ്പോൾ അതും പ്രശ്നമാണ്. തൊട്ടുപുറകെ ആയുധധാരികളായ ആ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായി ഡിംപിൾ ഭായ് ബാഗയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് 1,00,000 രൂപയാണ്. ശരിക്കും മോഹിപ്പിക്കുന്ന ഒരു തുക. ആ തുക ഒരു വശത്ത്, കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള റിസ്ക് മറുഭാഗത്ത്. എന്ത് റിസ്ക് എടുത്താണെങ്കിലും ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകണമെന്നുള്ള കാര്യത്തിൽ
ബാഗയ്ക്ക് സംശയമൊന്നുമില്ല. അവൻ ആദ്യമായി ലഭിച്ചിരിക്കുന്ന ഒരു കൊട്ടേഷനാണ്. ബാഗ ഒരു മാരുതി വാൻ സംഘടിപ്പിച്ചു. ആ മാരുതി വാനുമായി അവൻ കാത്തു നിന്നത് സ്കൂൾ ഗേറ്റിന് സമീപത്താണ്. അവൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ആ സ്കൂൾ വാൻ വരുന്നത് അവൻ കണ്ടു. ആ സ്കൂൾ വാനിന്റെ തൊട്ടു പുറകെ ആ സെക്യൂരിറ്റിക്കാരുടെ കാറുമുണ്ട്. ഗേറ്റിന്റെ ഏകദേശം വലത് ഭാഗത്തായിട്ടാണ് ആ സ്കൂൾ വാൻ വന്നു നിന്നത്. വാനിൽ നിന്ന് കുട്ടികൾ ഒന്നൊന്നായി ഇറങ്ങി തുടങ്ങി. സ്കൂൾ വാനിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ മുന്നോട്ട് നടന്ന് ഇടതുവശത്തുകൂടിയാണ് ആ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് അടക്കുന്നത്. അങ്ങനെയാണ് കുട്ടികൾ ആ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് അടക്കുന്നെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ നിരീക്ഷണത്തിനിടയിൽ ബാഗ മനസ്സിലാക്കിയ കാര്യമാണ്. ബാഗ ഡ്രൈവറോട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്കൂൾ വാനിൽ നിന്ന് ഒന്നൊന്നായി കുട്ടികൾ ഇറങ്ങി സ്കൂൾ വാനിന്റെ മുന്നിലൂടെ കോമ്പൗണ്ടിനകത്തേക്ക് നടക്കുന്ന ആ സമയത്ത് ആ കുട്ടികളുടെ തൊട്ട് സമീപത്തുകൂടി വന്ന ആ മാരുതി വാനിന്റെ ഡോറ് വലിച്ചു തുറന്ന് ബാഗ ഒരു കൈ കൊണ്ട് ആ കുട്ടിയെ പൊക്കിയെടുത്ത് വാനകത്തേക്ക് കയറ്റി വാതിലും കടച്ചു. അതിവേഗം ആ മാരുതി വാൻ ആ സ്കൂൾ വാനിനെ മറികടന്ന് പുറകിൽ നിൽക്കുന്ന ആ സെക്യൂരിറ്റിക്കാരുടെ കാറിനെ മറികടന്ന് മെയിൻ റോഡിലേക്ക് കയറി. മെയിൻ റോഡിലേക്ക് ആ കാർ കയറുന്ന അതേ നിമിഷത്തിൽ സെക്യൂരിറ്റിക്കാർ ആ കാഴ്ച കണ്ടു. അവർ പ്രൊട്ടക്ഷൻ എടുക്കുന്ന കുട്ടിയാണ് അവർ ആ മാരുതി വാനിൽ കണ്ടത്. അത് കണ്ടതും സെക്യൂരിറ്റിക്കാർ അവരുടെ കാറിനകത്തേക്ക് കയറാൻ തുടങ്ങുന്ന നിമിഷത്തിനെ വാനിൽ നിന്ന് ഇറങ്ങിയിരുന്ന കുട്ടികൾ അലറി വിളിക്കുന്ന ശബ്ദവും അവർ കേട്ടു. വാൻ ഡ്രൈവറും മറ്റു ആളുകളും ഒക്കെ ഓടി വരുമ്പോഴേക്കും സെക്യൂരിറ്റിക്കാരുടെ ആ കാറ് മാരുതി വാനിനെ പിന്തുടർന്നു തുടങ്ങി. തുടർന്ന് ബോംബെയിലെ ആ തിരക്കേറിയ തെരുവിൽ ഒരു അടിപൊളി ചെയ്സാണ് നമ്മൾ കാണുന്നത്. രാവിലെയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അതിരാവിലെ ഒത്തിരിയേറെ വാഹനങ്ങൾ റോഡിൽ കൂടി തലങ്ങും വിലങ്ങും പായുന്ന സമയമാണ്. ആ തിരക്കിനിടയിൽ മാരുതി വാനും ആ കാറും ഒരു മത്സര ഓട്ടം തന്നെ ആ റോഡിലൂടെ നടത്തി. അല്പദൂരം ഓടിയപ്പോൾ തന്നെ ബാഗയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആ തിരക്കേറിയ തെരുവിലൂടെ തനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതും ഒരു ട്രാഫിക് ജംഗ്ഷനിൽ എത്തിയതും ബാഗ പെട്ടെന്ന് ആ വാഹനം നിർത്തിപ്പിച്ച് കുട്ടിയെടുത്ത് ഫുട്പാത്തിലോട്ട് നിർത്തി. അതിനുശേഷം അയാൾ ഇടതുവശത്ത് കണ്ട റോഡിലൂടെ അങ്ങ് പാഞ്ഞു. തൊട്ടുപുറകെ പാഞ്ഞു വരികയായിരുന്ന ആ സെക്യൂരിറ്റിയുടെ ഗാർഡുകൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ആ കുട്ടിയെ കണ്ടതും വാഹനം ചവിട്ടി നിർത്തി. അവർക്ക് വേണ്ടത് അവിടെ ആ കുട്ടിയാണ്. അവർ ഓടിയെത്തി ആ കുട്ടിയെ അവരുടെ വാഹനത്തിലേക്ക് കയറ്റി. അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകത്തുകൊണ്ട് തന്നെ ആരും അതിനകത്ത് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇതേ സമയത്ത് ബാഗയും ആ വാഹനത്തിന്റെ ഡ്രൈവറും ആ വാനുമായി പായുകയാണ്. തിരക്കേറിയ ടൗണിന്റെ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാന്നുള്ളതാണ് തൽക്കാലം ബാഗയുടെ ലക്ഷ്യം. ബാഗ പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ വാഹനം അല്പം തിരക്കുറഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചു. അവിടെ എത്തുമ്പോഴേക്കും ബാഗയുടെ മനസ്സിൽ ഒരു തീരുമാനം ഉറച്ചിരുന്നു. ബോംബെയിൽ തൽക്കാലം തുടരുന്നത് അപകടമാണ്. അതിശക്തനായ എല്ലാവരും അറിയുന്ന ഒരു വ്യവസായിയുടെ മകനെയാണ് പട്ടാപ്പകൽ സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിന്ന് ബാഗ തട്ടിക്കൊണ്ടുപോയത്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ പോലീസ് ബാഗയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. ബോംബെയിൽ നിന്ന് തൽക്കാലം മുങ്ങുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ ബാഗ ഡ്രൈവറെ യാത്രയാക്കിയിട്ട് ബാഗ നേരെ അവന്റെ നാട്ടിലേക്ക് വെച്ചു പിടിച്ചു. മുഷറഫാബാദിലേക്ക് മടങ്ങിയെത്തിയ വെങ്കിടേഷ് ബാഗ റെഡ്ഡി അടുത്ത ഏതാനും മാസങ്ങൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിട്ട് അങ്ങ് കൂടുകയായിരുന്നു. അവനറിയാവുന്ന ആ ജോലി അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തും അവന്റെ സ്വപ്നം ബോംബെയാണ്. ബോംബെയിലേക്ക് മടങ്ങിപ്പോകാൻ അനുയോജ്യമായ ഒരു സമയം അതാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നത്. അവൻ പ്രതീക്ഷിച്ചിരുന്ന ആ സമയം ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവത്തിന് ശേഷം ബോംബെയിലുണ്ടായി. 1992 ഡിസംബർ 6 അയോധ്യയിലുണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും അതിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഒട്ടാകെ കലാപങ്ങളുണ്ടായി. പല സ്ഥലത്തും രക്തരൂക്ഷിതമായ കലാപങ്ങളാണ് ഉണ്ടായത്. ബോംബെയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും വെങ്കിടേഷ് ബാഗ റെഡ്ഡി നേരെ ബോംബെയിലേക്ക് തിരിച്ചു. ബോംബെയിൽ വന്നിറങ്ങിയ അവന്റെ കയ്യിൽ നീളമുള്ള ഒരു വാളുണ്ട്. ആ വാള് ഷർട്ടിനകത്ത് ഒളിപ്പിച്ചിട്ടാണ് അവൻ അവിടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു തുടങ്ങിയത്. കലാപം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കലാപത്തിന്റെ പാർട്ടായി മാറിയ ബാഗ റെഡ്ഡി മുസ്ലിം കലാപകാരികളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തി തുടങ്ങുന്നത് ആ നിമിഷം മുതലാണ്.
ആദ്യമായി ഒരു മുസ്ലിം കലാപകാരിയെ അവൻ കൊല്ലുമ്പോൾ അവന് തോന്നിയത് കാളി അസുരനെ കൊന്ന അതേ ശൈലിയിൽ അവൻ ഒരു അസുരനെ കൊന്നു എന്നാണ്. രക്തബീജ അസുരനെ കൊന്ന് രക്തം കുടിച്ച കാളിയുടെ അതേ ഓർമ്മ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ആദ്യത്തെ കൊലപാതകം നടത്തിയപ്പോൾ തന്നെ അറിയാതെ ആ രക്തം നുണഞ്ഞു പോവുകയായിരുന്നു. അതിൽ അവനൊരു ടേസ്റ്റ് തോന്നിയപ്പോൾ ആ കലാപത്തിനിടയിൽ അവൻ കൊന്ന ഓരോ ആളിൻ്റെ രക്തം അവനങ്ങ് കുടിച്ചു തുടങ്ങി. അമ്പരപ്പിക്കുന്ന വേഗതയിൽ കലാപകാരികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്ന അവൻ അവരെ ഒന്നൊന്നായി വെട്ടി വീഴ്ത്തി അവരുടെ രക്തം കുടിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. അങ്ങനെയാണ് അവനെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നത്. അവന് രക്തത്തോടുള്ള ആ താല്പര്യം കേട്ട പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അവനെ ജയിലിൽ റിമാൻഡ് ചെയ്യുമ്പോൾ അവൻ കിടക്കുന്ന സെല്ലിൽ കൂടെ കിടക്കാൻ ഒരാളും തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായി. കൂട്ടുപ്രതികൾക്ക് വല്ലാത്ത ഭയം. അവന് വേറെ രക്തം കിട്ടാതെ വരുമ്പോൾ അവൻ കൂട്ടുപ്രതികളെ കൊന്ന് അല്ലെങ്കിൽ കൂട്ടുപ്രതികളെ കയ്യോ കാലോ കടിച്ചു മുറിച്ച് രക്തം കുടിക്കുന്നുള്ള പേടിയാണ് കൂട്ടുപ്രതികൾക്കുണ്ടായത്. ആളുകളെ കൊല്ലാൻ ഭയം തീരെയില്ലാത്ത ഒരു ക്രിമിനലായിട്ടാണ് അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധിപ്പിച്ചുണ്ടായ വർഗീയ കലാപത്തിനിടയിൽ പങ്കെടുത്ത് കൊല ചെയ്യാനുള്ള അവൻ്റെ ആ മാനസിക തടസ്സം അവൻ പൂർണ്ണമായും ഇതാ മാറ്റിയിരിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അവന് പെട്ടെന്ന് തന്നെ ഒരു ബാറിൽ ബൗൺസറുടെ ജോലി ലഭിച്ചു. നേരത്തെ ബൗൺസറായി വർക്ക് ചെയ്യുന്ന അതേ മൈൻഡ് സെറ്റ് ഒന്നുമല്ല ഇപ്പോൾ ബാഗ റെഡിക്കുള്ളത്. ആരെങ്കിലും ഏതെങ്കിലും ശൈലിയിൽ ഉടക്കുമായി വന്നാൽ ആ നിമിഷത്തിൽ ബാഗ അവരുടെ പുറത്ത് കൈവയ്ക്കും. ഒത്ത ശരീരവും അതിനൊത്ത മസിലുമുള്ള ബാഗ പെട്ടെന്ന് തന്നെ ആളുകളുടെ നോട്ടപ്പുള്ളിയായി മാറി. ബാഗയുടെ അടുത്ത് ഉടക്കാൻ ചെല്ലുന്നത് ശ്രദ്ധിച്ചു വേണം. അറിയാതെ ആളുകൾ സ്വയം പറഞ്ഞു പോവുകയാണത്. ബൗൺസറായി വർക്ക് ചെയ്യുന്ന ബാഗയെക്കുറിച്ച് സ്വാഭാവികമായും അണ്ടർവേൾഡിലുള്ള പലരും അറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞ ഒരാളാണ് ധനഞ്ജയ ഷെട്ടി. ധനഞ്ജയ ഷെട്ടി ചാന്ദിനി ബാറിന്റെ ഓണറാണ്. ചാന്ദിനി ബാറിന്റെ ഓണറായ ധനഞ്ജയ ഷെട്ടി ബാഗയെ കൂടെ അങ്ങ് കൂട്ടി. ബാഗ നേരത്തെ ബൗൺസറായി വർക്ക് ചെയ്തിരുന്ന മുകുന്ദിലെ ബാറിനേക്കാൾ ചാന്ദിനി ബാർ കുറെ കൂടി ഫേമസ് ആണ്. അവിടെ എത്തുന്ന അണ്ടർവേൾഡ് രാജാക്കന്മാരും ഒരുപാടാണ്. പെട്ടെന്നാണ് അവരുടെക്കിടയിലേക്ക് ബാഗയും പ്രസിദ്ധനാകുന്നത്. അതുകൊണ്ട് തന്നെ ചാന്ദിനി ബാറിലെ ധനഞ്ജയ ഷെട്ടിയുടെ ബോഡി ഗാർഡായി ബാഗ അങ്ങ് മാറിയപ്പോൾ ബാഗ അതിവേഗം അണ്ടർവേൾഡിൽ ഒരു പ്രസിദ്ധി നേടിയെടുത്തു. പ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ എന്നുള്ളത് സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ധനഞ്ജയ ഷെട്ടിയുടെ ആ ചാന്ദിനി ബാറിലെ സ്ഥിര സന്ദർശകരാണ് വിജയ് ഷെട്ടിയും സഞ്ജയ് ഗാഠിയും. സഞ്ജയനും വിജയനും ധനഞ്ജയ ഷെട്ടിയുടെ ആ ബോഡി ഗാർഡിനെ അങ്ങ് ഇഷ്ടമായി. ഒരു ഡസൻ ആളുകളൊക്കെ എതിരിട്ടാൽ പോലും അവരെ നിഷ്പ്രയാസം ഇടിച്ചു തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റിയുള്ള വെങ്കടേഷ് ബാഗ റെഡ്ഡിയിൽ അവരെ കണ്ടുടക്കിൽ ഒരു അതിശയമില്ല. അവർ രണ്ടുപേരും ഛോട്ടാരാജന്റെ ഗ്യാങ്ങിലെ നേതാക്കന്മാരാണ്. അങ്ങനെയാണ് അവർ ബാഗ റെഡ്ഡിയെ ഛോട്ടാരാജന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. 1993 ബോംബെയിൽ നടന്ന ആ ബ്ലാസ്റ്റ് ഛോട്ടാരാജനും ദാവൂദ് ഇബ്രാഹിമും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ സ്ഫോടന പരമ്പരയിൽ ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ച മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കാനുള്ള ഒരു പ്രതിജ്ഞ തന്നെ ഛോട്ടാരാജന് എടുത്തിരിക്കുകയാണ്. ദാവൂദിന്റെ ആളുകളെ ഒന്നൊന്നായി കണ്ടെത്തി ഛോട്ടാരാജൻ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഛോട്ടാരാജന്റെ ഗ്യാങ്ങിലേക്ക് ബാഗ റെഡ്ഡി വരുന്നത്. ബാഗ റെഡ്ഡിയുടെ ക്രിമിനൽ ഹിസ്റ്ററി കേട്ട ഛോട്ടാരാജന് ഒത്തിരി ഇഷ്ടമായി. മുംബൈയിലെ കലാപ സമയത്ത് മുസ്ലിം കലാപകാരികളെ കൊന്നൊടുക്കിയ വ്യക്തിയാണ് ഈ ബാഗ റെഡ്ഡി എന്ന് കേട്ടപ്പോൾ ഛോട്ടാരാജന്റെ സന്തോഷം ശരിക്കും വർദ്ധിക്കുകയായിരുന്നു. ബോംബെയെ കലാപകലുഷിതമാക്കിയ ദാവൂദ് ഇബ്രാഹിമിനോടുള്ള പക ഛോട്ടാരാജന്റെ മനസ്സിൽ കത്തി നിൽക്കുമ്പോഴാണ് ബാഗ റെഡ്ഡി ഛോട്ടാരാജനുമായി അടുപ്പത്തിലാകുന്നത്. കണ്ണിമ വെട്ടാതെ ഒരാളെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ബോംബെയിൽ ആ വർഗീയ ലഹള നടക്കുന്ന സമയത്ത് ബാഗ റെഡ്ഡി ചെയ്തത് അതാണ്. കണ്ണിമ വെട്ടാതെ അവൻ ആളുകളെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ മൈൻഡ് സെറ്റുള്ള ഒരാളെ യഥാർത്ഥത്തിൽ ഛോട്ടാരാജൻ നോക്കി നടക്കുമ്പോഴാണ് ബാഗ റെഡ്ഡി ഛോട്ടാരാജന്റെ ഗ്യാങ്ങിന്റെ ഭാഗമാകുന്നത്. ആ നിമിഷം മുതൽ ഛോട്ടാരാജൻ ബാഗ റെഡ്ഡിയെ തലങ്ങും വിലങ്ങും ഉപയോഗിച്ചു തുടങ്ങി. ഏതാനും മാസങ്ങൾ കൊണ്ട് ഛോട്ടാരാജൻ ഗ്യാങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായി ബാഗ റെഡ്ഡി അങ്ങ് മാറി.
30,000 മുതൽ 40,000 രൂപ വരെയാണ് ബാഗറെഡ്ഡിക്ക് ഓരോ കേസിനും ലഭിക്കുന്ന പ്രതിഫലം. ഒരാളെ അവസാനിപ്പിക്കാനായി ചോട്ടരാജൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം ബാഗറെഡ്ഡിയെ അറിയിക്കും. വിത്തിൻ ഡേയ്സ് ബാഗറെഡ്ഡി ആ ആളെ തീർത്തിരിക്കും. ചോട്ടരാജനെ ഏൽപ്പിക്കുന്ന ടാർഗറ്റ് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ബാഗറെഡ്ഡിക്ക് ഒരു ഗ്യാപ്പ് കിട്ടും. അടുത്ത കൊട്ടേഷൻ വരുന്നവരെ ആ ഗ്യാപ്പ് ബാഗറെഡ്ഡി ഉപയോഗിക്കുക. അമ്പലങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയാണ്. അനവധി അമ്പലങ്ങളിൽ റെഗുലറായി പോകുന്ന കക്ഷിയാണ് വെങ്കിടേഷ് ബാഗറെഡ്ഡി. ബാഗറെഡ്ഡി അമ്പലങ്ങൾ മാത്രമല്ല, മിക്കവാറും ഈ ആളുകൾ പോകുന്ന ആരാധനാ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ക്ഷേത്രത്തിനടുത്ത് ബാഗറെഡ്ഡി എത്തിയപ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നത് ബാഗറെഡ്ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ യാദൃശ്യവശാലാണ് ബാഗറെഡ്ഡി ആ സ്ത്രീയെ കണ്ടത്. ബാഗ നടന്ന് ആ സ്ത്രീയുടെ അടുത്തെത്തി. അയാൾ കൗതുകപൂർവ്വം ആ സ്ത്രീയെ നോക്കുകയാണ്. ആ സ്ത്രീ ബാഗയെ കാണുന്നതേയില്ല. അവളുടെ കണ്ണുകൾ അങ്ങ് വിദൂരതയിലാണ്. വിദൂരതയിലേക്ക് കണ്ണു തട്ട് അവൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. വളരെ അടുത്ത് നിന്ന് അവളെ കൗതുകപൂർവ്വം ബാഗ കുറെ നേരം അങ്ങനെ വീക്ഷിച്ചു. വിദൂരതയിലേക്ക് നോക്കിയിരുന്ന ആ യുവതി തൻ്റെ സമീപത്ത് ഒരാൾ തന്നെ നോക്കിയിരിക്കുന്ന കാര്യം കണ്ടതേ ഇല്ലാന്ന് പറയാം. അങ്ങ് ചക്രവാളത്തിൽ സൂര്യൻ താഴ്ന്നത് നോക്കിയിരിക്കുകയായിരുന്നു ആ യുവതി. സൂര്യൻ അറബിക്കടലിൽ താഴ്ന്നിറങ്ങിയതും ആ പെൺകുട്ടി അവളിരുന്ന പീഠത്തിൽ നിന്ന് എണീറ്റ് സാവധാനം തിരിച്ച് നടന്നു തുടങ്ങി. യാന്ത്രികമെന്നോണം വെങ്കിടേഷ് ബാഗറെഡ്ഡിയും ആ യുവതിയെ ഫോളോ ചെയ്തു തുടങ്ങി. ബാഗ അവൻ പോലും അറിയാതെ ആ സ്ത്രീയുടെ പുറകെ അങ്ങനെ നടക്കുകയാണ്. ആ സ്ത്രീ മെയിൻ റോഡിലൂടെ നടന്ന് ഒരു ഇടവഴിയിലേക്ക് കയറി. ആ ഇടവഴിയിലേക്ക് ആ സ്ത്രീ കയറിയതും ബാഗയും ആ ഇടവഴിക്കുള്ളിലേക്ക് കയറി. ആ ഇടവഴി ഏതാണ്ട് വളഞ്ഞു വളഞ്ഞു പോവുകയാണ്. ബാഗ ആ സ്ത്രീ അങ്ങനെ ഫോളോ ചെയ്യുകയാണ്. ആ സ്ത്രീ നടന്നെത്തിയത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിലേക്കാണ്. അവൾ കയറിപ്പോയ ആ വീട്, ആ പശ്ചാത്തലം നടന്നു വരികയായിരുന്ന ബാഗറെഡ്ഡിയുടെ ശ്രദ്ധയപ്പെട്ടു. ശരിക്കും ഒരു മുസ്ലിം വീട്ടിലേക്കാണ് ആ സ്ത്രീ കയറിപ്പോയത്. മുസ്ലിങ്ങളോട് എന്തോ ഒരു പക ഉള്ളിലുള്ള കക്ഷിയാണ് ഈ വെങ്കിടേഷ് ബാഗറെഡ്ഡി. പക്ഷേ അവൻ കണ്ട ആ യുവതി മുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് കടന്നു പോകുന്ന കണ്ടപ്പോൾ അവന് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത ഒരു മൈൻഡ് സെറ്റായി. ബാഗ അവിടെയുള്ള ആളുകളോടൊക്കെ സാവധാനം ആ സ്ത്രീയെക്കുറിച്ച് തിരക്കി തുടങ്ങി. അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസവും അതിന്റെ പിറ്റേന്നൊക്കെ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിയെറിഞ്ഞ ബാഗയ്ക്ക് അവളുടെ പേര് മനസ്സിലായി. അവളുടെ പേര് ഷെഹനാസ് എന്നാണ്. അവളൊരു മുസ്ലിം പെൺകുട്ടിയാണ്. മുസ്ലിങ്ങളോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ബാഗയ്ക്ക് താൻ കണ്ടിഷ്ടപ്പെട്ട പെൺകുട്ടി മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഒരു വിഷമം തോന്നി. പക്ഷെ ക്രമേണ അവൻ്റെ ആ ഇഷ്ടം അവൻ്റെ മുസ്ലിം വിരോധത്തെ പതുക്കെ പതുക്കെ മറികടക്കുകയാണ്. അവൻ ആ ഷെഹനാസ് എന്ന പെൺകുട്ടിയെ പിരിയാൻ പറ്റാത്തത്ര ഒരു അടുപ്പം സ്വയം ഉള്ളിൽ തോന്നുകയാണ്. ഷെഹനാസ് പോകുന്നിടത്തൊക്കെ പുറകെ പോവുക എന്നുള്ളത് ബാഗ ഒരു ശീലമാക്കി. ഏതൊരു പെൺകുട്ടിക്കും അവളെ ഒരു പുരുഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ എളുപ്പം പറ്റും. പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. സ്വാഭാവികമായിട്ടും ഷെഹനാസും അവളെ ഫോളോ ചെയ്യുന്ന ബാഗയെ തിരിച്ചറിഞ്ഞു. ഷെഹനാസ് ബാഗയെ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ബാഗ ഷെഹനാസിനോട് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയിക്കുകയും അവളെ പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്തു. ഷെഹനാസിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം ബാഗ ഷെഹനാസിനോട് പറഞ്ഞപ്പോൾ ഷെഹനാസ് ബാഗയോട് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ഷെഹനാസിനെ വിവാഹം കഴിക്കാൻ ബാഗയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാഗ ഇസ്ലാം മതത്തിലേക്ക് മാറേണ്ടി വരും. ഇസ്ലാം മതവിശ്വാസികളെ ബോംബെ കലാപവുമായി കണക്ട് ചെയ്ത് കൊന്നൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ കക്ഷിയാണ് ഈ വെങ്കിടേഷ് ബാഗറെഡ്ഡി. ആ വെങ്കിടേഷ് ബാഗറെഡ്ഡിയോട് മതം മാറിയാൽ മാത്രമേ തന്നെ വിവാഹം കഴിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഷെഹനാസ് പറഞ്ഞതും രണ്ടാമതൊന്നും ആലോചിക്കാതെ വെങ്കിടേഷ് ബാഗറെഡ്ഡി ആ കാര്യം സമ്മതിച്ചു. ഇസ്ലാം മതത്തിലേക്ക് മാറാമെന്നുള്ള കാര്യമാണ് അവൻ സമ്മതിച്ചത്. അവൻ ഷെഹനാസിനോട് ആ കാര്യം വെറുതെ പറഞ്ഞതല്ല. വെങ്കിടേഷ് ബാഗറെഡ്ഡി മതം മാറി പുതിയ പേര് സ്വീകരിച്ചു.
അവന്റെ പുതിയ പേര് അസീസ് റെഡ്ഡി എന്നാണ്. മതം മാറിയ ഉടൻ ഷെഹനാസും അസീസും തമ്മിലുള്ള വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞോടുകൂടി അസീസ് റെഡ്ഡിയുടെ അഥവാ ബാഗ റെഡ്ഡിയുടെ സ്വഭാവത്തിലും കാതലായ മാറ്റം വന്നു തുടങ്ങി. ബാഗ നേരത്തെ അനവധി മുസ്ലിം കലാപകാരികളെ കൊന്നൊടുക്കിയതിൽ അഭിമാനിച്ചിരുന്ന ആളാണ്. ഇപ്പൊ അവരെല്ലാം അവന്റെ ബന്ധുക്കളാണ്, സഹോദരങ്ങളാണ്. സ്വാഭാവികമായി ഉണ്ടായ ആ മാറ്റം അവന്റെ മറ്റെല്ലാ പ്രകടനങ്ങളിലും ബാധിക്കുകയാണ്. ആളുകളെ കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന വെങ്കടേഷ് ബാഗ റെഡ്ഡി എന്ന അസീസ് റെഡ്ഡി പതുക്കെ പതുക്കെ കൊലപാതകങ്ങൾ നടത്തുന്നത് തെറ്റാണ് എന്ന ബോധത്തിലേക്ക് മടങ്ങി വരികയാണ്. ശരിക്കും ഒരു പ്രണയം ഒരാളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു മാറ്റമാണ് ഇവിടെ ഇപ്പൊ ഈ ബാഗ റെഡ്ഡിയിലും ഉണ്ടായിരിക്കുന്നത്. ഷെഹനാസ് എന്ന പുതുപ്പെണ്ണിനൊപ്പം കഴിഞ്ഞു തുടങ്ങിയ ബാഗ റെഡ്ഡി എന്ന അസീസ് റെഡ്ഡിയുടെ ശ്രദ്ധയും സ്വാഭാവികമായും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സകല സ്ഥലത്തും ഒരു നിരീക്ഷണ ബുദ്ധിയോടുകൂടി നോക്കുന്ന സ്വഭാവം ബാഗ റെഡ്ഡിക്ക് ഉള്ളതാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് നാളുകൾ മുന്നോട്ട് പോയപ്പോൾ അവന്റെ ശ്രദ്ധ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ മാറിയ ആ സമയത്ത് 98 ജൂലൈ 26 പോലീസിന് ഒരു വിവരം ലഭിച്ചു. പോലീസ് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാക്ഷാൽ വെങ്കടേഷ് ബാഗ റെഡ്ഡി എവിടെയാണ് ഉള്ളതെന്നുള്ള ഇൻഫർമേഷനാണ് പോലീസിന് കിട്ടിയത്. ആ വിവരം അറിഞ്ഞതും AK-47 അസാൾട്ട് റൈഫിളുകളുമായി 6 കമാൻഡോസ് ബാഗ റെഡ്ഡിയുള്ള ആ വസതി വളഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ ആ വസതിക്കുള്ളിലേക്ക് കയറിയ കമാൻഡോസ് ബാഗ റെഡ്ഡിക്കും കൂട്ടർക്കും ആയുധം എടുക്കാൻ കഴിയുമ്പോൾ അവരങ്ങ് വളയുകയായിരുന്നു. ബാഗ റെഡ്ഡിക്കൊപ്പം ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തുക്കൾ അവരെ വളഞ്ഞിരിക്കുന്ന പോലീസിന്റെ കയ്യിലെ AK-47 കണ്ടതും തിരിച്ചടിക്കാൻ തയ്യാറാകാതെ ആ പോലീസിന് കീഴടങ്ങിയെങ്കിലും ബാഗ റെഡ്ഡി ഒരു ശ്രമം നടത്തി. അവന്റെ ആ ഉറച്ച ശരീരം ഉപയോഗിച്ചുകൊണ്ട് അവൻ തൊട്ടടുത്ത് കിട്ടിയ ആ പോലീസുകാരനെ ആഞ്ഞൊന്നു തൊഴിച്ചു. അവന്റെ കയ്യിൽ AK-47 ഉണ്ട്. ആ AK-47 ബാഗ റെഡ്ഡിയുടെ ഇടിയിൽ അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചു. പക്ഷേ കൂടെയുള്ള പോലീസുകാർ ഇത്തരത്തിലൊരു സാഹചര്യം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നവരാണ്. അവരെ എല്ലാവരും കൂടി ചേർന്ന് ബാഗ റെഡ്ഡിയെ വളഞ്ഞിട്ട് പിടിച്ചു. ബാഗ റെഡ്ഡിയെ കൊല്ലരുതെന്നുള്ള നിർദ്ദേശം അവിടേക്ക് അവരെ അയച്ചപ്പോൾ തന്നെ മേലധികാരികൾ കൊടുത്തിരുന്നതാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ആയുധധാരിയായ കമാൻഡോയെ ആക്രമിച്ചിട്ടും കമാൻഡോസ് തിരിച്ച് ബാഗ റെഡ്ഡിയെ വെടിവെക്കാതിരുന്നത്. ബാഗ റെഡ്ഡി അങ്ങനെ ആദർ റോഡിലെ ആ സെൻട്രൽ ജയിലിലായി. ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബാഗ ഒരു കാര്യം തീരുമാനിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. ഒരു കൊല്ലം ആ ആദർ റോഡിലെ ജയിലിൽ കഴിഞ്ഞ ബാഗയ്ക്ക് കണ്ടീഷണൽ ജാമ്യം കോടതി അനുവദിച്ചു. ബാഗയുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ടാണ് കോടതി ജാമ്യം കൊടുത്തത്. ഒരു കാരണവശാലും രാജ്യം വിട്ടുപോകാനുള്ള അനുവാദം ബാഗയ്ക്കില്ല എന്നർത്ഥം. പാസ്പോർട്ടൊക്കെ കോടതിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ ബാഗ ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി മറ്റൊരു പേരിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതും ബോംബെയിൽ നിന്ന് മലേഷ്യക്ക് പറന്നു. കള്ള പാസ്പോർട്ടിൽ മലേഷ്യയിലെത്തിയ വെങ്കടേഷ് ബാഗ റെഡ്ഡിക്ക് ചോട്ടരാജൻ മിഖേൽ ഫെർണാണ്ടോ എന്ന പേരിൽ മറ്റൊരു പാസ്പോർട്ട് കൊടുത്തു. ആ പാസ്പോർട്ടിൽ ബാഗ റെഡ്ഡി അവിടെ നിന്ന് നേരെ ഇന്തോനേഷ്യക്ക് പറന്നു. ഇന്തോനേഷ്യയിലെ ചോട്ടരാജന് ഡ്രഗ് ബിസിനസ് ഡീല് ചെയ്യാൻ വേണ്ടിയാണ് ബാഗ റെഡ്ഡിയെ മൈക്കൽ ഫെർണാണ്ടസ് എന്ന പേരിൽ ചോട്ടരാജൻ ഇന്തോനേഷ്യയിലേക്ക് അയക്കുന്നത്. ചോട്ടരാജന് ഇന്തോനേഷ്യയിലെ ബാതൻ മേഖലയിൽ ഈ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയുടെ നിയന്ത്രണമാണ് ചോട്ടരാജൻ ബാഗ റെഡ്ഡിക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അവിടെ ആ ഡ്രഗ് ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുമ്പോഴാണ് വെങ്കടേഷ് ബാഗ റെഡ്ഡി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇതൊരു സംഭവമാണ്. ശരിക്കും ആദായകരമായ ഒരു ബിസിനസ്സാണ് ഈ ഡ്രഗ് ബിസിനസ്. വളരെ ചെറിയ വിലയ്ക്കാണ് ഡ്രഗ്സിന് ആവശ്യമായ റാ മെറ്റീരിയൽ ചോട്ടരാജൻ പർച്ചേസ് ചെയ്യുന്നത്. ആ റാ മെറ്റീരിയലിനെ ഫാക്ടറി സംവിധാനത്തിലൂടെ കടത്തിവിടുമ്പോൾ ശരിക്കും വൻ വിലയുള്ള ഡ്രഗ്സായി അതങ്ങ് മാറുകയാണ്. സംഭവം കൊള്ളാം. ഏതാനും ദിവസത്തെ നിരീക്ഷണം കൊണ്ട് തന്നെ ബാഗ റെഡ്ഡി ആ കാര്യം മനസ്സിലാക്കി. ആ ബിസിനസിന്റെ ലാഭത്തെക്കുറിച്ചും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായൊരു ധാരണ
ഉണ്ടാക്കിയെടുത്ത വെങ്കടേഷ് ബാഗറെഡ്ഡി പെട്ടെന്ന് തന്നെ ഛോട്ടാരാജന്റെ ഇടം കൈ എന്ന് വിളിക്കപ്പെടുന്ന സന്തോഷ് ഷെഡ്ഡിയുമായി ചങ്ങാതത്തിലായി. സന്തോഷ് ഷെഡ്ഡിയും ഛോട്ടാരാജന്റെ ബിസിനസ് നോക്കാൻ വേണ്ടി ഇന്തോനേഷ്യയിൽ തമ്പടിച്ചിരിക്കുന്ന കക്ഷിയാണ്. സന്തോഷ് ഷെഡ്ഡിയും ബാഗറെഡ്ഡിയും തമ്മിലുള്ള അടുപ്പം അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഛോട്ടാരാജന്റെ ഗ്യാങ്ങിലെ മറ്റാളുകൾക്ക് അവരുടെ ആ അടുപ്പം അങ്ങോട്ട് സൂചിച്ചില്ല. അവന്മാർ ഛോട്ടാരാജനടുത്ത് സന്തോഷ് ഷെഡ്ഡിയെക്കുറിച്ചും അതുപോലെ ബാഗറെഡ്ഡിയെക്കുറിച്ചും പരാതികൾ പറഞ്ഞു തുടങ്ങി. രണ്ടുപേരും ചേർന്ന് ഛോട്ടാരാജന് ലഭിക്കാൻ സാധ്യതയുള്ള പണത്തിൽ നല്ലൊരു പങ്ക് അടിച്ചു മാറ്റുന്നു എന്നാണ് ഛോട്ടാരാജനോട് ഛോട്ടാരാജന്റെ ഗ്യാങ്ങിലെ മറ്റാളുകൾ അറിയിച്ചത്. ആ അറിവ് ബാഗറെഡ്ഡിയും ഛോട്ടാരാജനും തമ്മിലുള്ള ആ ബന്ധത്തെ ഒന്ന് ഉലച്ചു. ഛോട്ടാരാജൻ സംശയത്തോടെ ബാഗറെഡ്ഡി നോക്കിക്കാണുന്ന ആ സമയത്ത് ബാഗറെഡ്ഡിയും സന്തോഷ് ഷെഡ്ഡിയും ചേർന്ന് ജക്കാർത്തയിൽ 20 കോടി രൂപ മുടക്കി ഒരു ഹോട്ടൽ വാങ്ങിച്ചു. ഇന്ത്യൻ മന്ത്ര എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. ആ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിച്ച ബാഗറെഡ്ഡി ഛോട്ടാരാജൻ തന്നെ നോട്ടമിടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇന്തോനേഷ്യയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് പറന്നു. 2002 ഡിസംബറിൽ അങ്ങനെ ബാഗറെഡ്ഡി ഇന്ത്യയിൽ മടങ്ങിയെത്തി. ഇന്ത്യയിൽ മടങ്ങിയെത്തുന്ന സമയത്ത് വെങ്കടേഷ് ബാഗറെഡ്ഡിക്ക് ഒരു കാര്യം അറിയാം. അവന്റെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഛോട്ടാരാജന് വേണ്ടി ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിലെ ആളുകളെ കൊന്നൊടുക്കിയത് കൊണ്ട് ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ് മെമ്പേഴ്സ് വെങ്കടേഷ് ബാഗറെഡ്ഡിയെ നോട്ടമിട്ടിരിക്കുകയാണ്. ഇപ്പോ ഛോട്ടാരാജനുമായി അകന്നു തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് അവരും വെങ്കടേഷ് ബാഗറെഡ്ഡിയെ നോട്ടമിടുകയാണ്. ബോംബെയിലേക്ക് മടങ്ങിച്ചെന്നാൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ തന്നെ തട്ടുമെന്നുള്ള കാര്യത്തിൽ ബാഗയ്ക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് ബാഗ അവന്റെ താവളം ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. അവൻ പുതിയ താവളമായി തിരഞ്ഞെടുത്ത സ്ഥലം ഉത്തർപ്രദേശിലെ കാശിയാണ്. കാശിയിൽ ഒരു അധോലോക സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ബാഗ കാശിയിലെത്തി. കാശിയിലെത്തിയ ബാഗറെഡ്ഡി സപ്പോർട്ടിനായി സമീപിച്ചത് ഗിരീഷ് എന്ന വ്യക്തിയാണ്. ഗിരീഷ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിലെ സുഭാഷ് താക്കൂറിന്റെ വലങ്കൈയാണ്. കാര്യങ്ങളൊക്കെ ഗിരീഷിനോട് ബാഗ പറഞ്ഞപ്പോൾ ബാഗയ്ക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കാമെന്ന് ഗിരീഷ് സമ്മതിച്ചു. അതിനു പകരമായി ബാഗ ചെയ്യേണ്ടത് സുഭാഷ് താക്കൂറിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. സുഭാഷ് താക്കൂർ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങിലെ അതിശക്തനാണ്. സുഭാഷ് താക്കൂറിന്റെ ഗ്യാങ്ങിലെ ആളുകളെ ഛോട്ടാരാജന്റെ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഛോട്ടാരാജന്റെ ഗ്യാങ്ങിലെ ആളുകളെ തട്ടാൻ സുഭാഷ് താക്കൂറിനൊപ്പം നിൽക്കാനാണ് ഗിരീഷ് ബാഗറെഡ്ഡിയോട് ആവശ്യപ്പെട്ടത്. ബാഗ രണ്ടാമതൊന്നും ആലോചിക്കാതെ സുഭാഷിനൊപ്പം ഛോട്ടാരാജന്റെ ഗ്യാങ്ങിനെ നേരിടാനുള്ള ആ പരിപാടിയിലേക്ക് കടന്നു. സുഭാഷ് താക്കൂറിന് വേണ്ടി ചെറുതും വലുതുമായ അനവധി കൊട്ടേഷനുകളാണ് ഈ കാലഘട്ടത്തിൽ ബാഗറെഡ്ഡി ഏറ്റെടുത്തത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് സിനിമാ താരം മനീഷ് കൊയ്രാലിയുടെ സെക്രട്ടറി അജിത് ദേവാനിയെ കൊലപ്പെടുത്തിയ 2 കുപ്രസിദ്ധ ഗുണ്ടകളെ നേരിട്ടതാണ്. മനീഷ കൊയ്രാലിയുടെ സെക്രട്ടറിയെ ഇല്ലാതാക്കിയ ആ 2 ഗുണ്ടകൾ നരേന്ദ്രയും ദേവേന്ദ്രയും ഉത്തർപ്രദേശിലെ കിടിലം ഗുണ്ടകളാണ്. ഗ്യാങ് ലോഡ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. ആ 2 പേരെയും പട്ടാപ്പകൽ വെങ്കടേഷ് ബാഗറെഡ്ഡി വെടിവെച്ച് വീഴ്ത്തിയ കഥ ഉത്തർപ്രദേശിനെ ശരിക്കൊന്ന് പിടിച്ചു കുലുക്കി. പുതിയൊരു അണ്ടർവേൾഡ് രാജാവ് ഇതാ യു പിയിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ആ ശൈലിയിലായി വാർത്തകൾ. യു പിയിൽ സ്വാഭാവികമായിട്ടും അത് സുഭാഷ് താക്കൂറിന് വലിയൊരു പ്രാധാന്യം ഉണ്ടാക്കി. സുഭാഷ് താക്കൂറിനെ എതിർക്കുന്ന ആളുകൾക്കൊക്കെ സുഭാഷ് താക്കൂറിന്റെ വലങ്കയായി മാറിയ ബാഗ ഒരു പേടി സ്വപ്നമായി. ബാഗയ്ക്ക് ഭയം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് ടാർഗറ്റും ബാഗ ഏറ്റെടുക്കും. ബാഗ യു പിയിൽ സുഭാഷ് താക്കൂറിനെ എതിർത്ത സകല ആളുകളെയും ഉന്മൂലനം ചെയ്തതോടുകൂടി സുഭാഷ് താക്കൂർ ബാഗയോട് പറഞ്ഞു, ബാഗ ഇനി എനിക്ക് വേണ്ടി നീ ഇടപെടേണ്ടത് മുംബൈയിലാണ്. അവിടെ എനിക്ക് ചില കണക്കുകൾ തീർക്കണം. സുഭാഷ് താക്കൂർ മുംബൈയിലേക്ക് ചെല്ലാൻ വെങ്കടേഷ് ബാഗറെഡ്ഡിയോട് ആവശ്യപ്പെട്ടതും ബാഗറെഡ്ഡി സുഭാഷ് താക്കൂറിനോട് അതുമാത്രം പറ്റില്ലെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും മുംബൈയിലേക്ക് അവനില്ല എന്ന് അവൻ നേരത്തെ തീരുമാനിച്ചതാണ്. മുംബൈയിൽ അവൻ കാലുകുത്തിയാൽ ആ നിമിഷം 3 വശത്തു നിന്നും അവന് അറ്റാക്ക് ഉണ്ടാവും. ഒരു ഭാഗത്ത് പോലീസാണ്, മറ്റു 2 ഭാഗത്തുനിന്ന് ഛോട്ടാരാജന്റെ ഗ്യാങ്ങും
ദാവൂദ് ഇബ്രാഹിമിന്റെ ഗ്യാങ്ങും അവൻ ആക്രമിക്കും. എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് മുംബൈയിലേക്ക് ഇല്ല എന്ന് സുഭാഷ് താക്കൂറിനോട് ബാഗ തീർത്തു പറഞ്ഞു. സുഭാഷ് താക്കൂറിനും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ സുഭാഷ് താക്കൂറിന്റെ ആശീർവാദത്തോടുകൂടി കാശിയിൽ നിന്ന് ബാഗ നേരെ ഹൈദരാബാദിലേക്ക് തിരിച്ചു, അവൻ്റെ ജന്മനാട്ടിലേക്ക്. ഹൈദരാബാദിൽ മടങ്ങിയെത്തിയ വെങ്കടേഷ് ബാഗ റെഡ്ഡി ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയും നാന എന്ന് വിളിക്കപ്പെടുന്ന ഛോട്ടരാജിൻ്റെ എൻ കമ്പനിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഹൈദരാബാദിൽ അവനൊരു ബി കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ബാഗ റെഡ്ഡി കമ്പനി. ഹൈദരാബാദ് ബാഗയ്ക്ക് നല്ലൊരു താവളമായി മാറി. അവിടെ എത്തിയ ബാഗയ്ക്ക് ഇപ്പോൾ ബോംബെ എക്സ്പീരിയൻസും ഇന്തോനേഷ്യൻ എക്സ്പീരിയൻസും അതുപോലെ ഉത്തർപ്രദേശിലെ എക്സ്പീരിയൻസും ഉണ്ട്. ഈ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവൻ അടിപൊളി ഒരു അധോലോകം തന്നെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഹൈദരാബാദ് ഈ സമയത്ത് വൻതോതിൽ പണം റിയൽ എസ്റ്റേറ്റിൽ മുടക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. IT മേഖല ഹൈദരാബാദിൽ തഴച്ച് കൊഴുത്തു വളരുന്ന ആ കാലഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പണം ഒഴുകി വരികയാണ്. ആ അവസരത്തെയാണ് ബാഗ റെഡ്ഡി മുതലാക്കിയത്. വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാർക്ക് ബാഗ റെഡ്ഡി ഒരു തുറുപ്പ് ചീട്ടാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിൽഡിംഗ് കെട്ടാനായി റിയൽ എസ്റ്റേറ്റുകാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ഥലം ഏറ്റെടുക്കാനായി അവിടെയുള്ള വീട്ടുകാരെ പോയി കാണും. അവിടെ ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന ആളുകളാവാം, ചെറിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളാവാം, ചെറിയ ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കുന്ന ആളുകളാകാം അവിടെ ഉള്ളത്. അവർക്കൊക്കെ കനത്ത ഓഫറുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അവിടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്ത് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അവിടുത്തെ എല്ലാ താമസക്കാർക്കും ഫ്ലാറ്റുകൾ അനുവദിക്കും. ബോംബെയിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ശരിക്കും ആ കാര്യം സത്യസന്ധമായി ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് വലിയ കേസുകളൊന്നും റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ ഉണ്ടാകാത്തത്. ഈ മേഖലയിൽ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനാണ് ബാഗ റെഡ്ഡിയെ പോലുള്ള ഗുണ്ടകളെ കൂടി റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഉടമകൾ കൂടെ കൂട്ടുന്നത്. ബാഗ റെഡ്ഡിയുടെ കൂടെയുള്ള ആളുകളുടെ ആ കൈക്കരുത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വല്ലാത്ത തുണയായി മാറി. ഇതേ സമയത്ത് തന്നെ ബാഗ റെഡ്ഡി അയാളുടെ ഇന്തോനേഷ്യൻ കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ ആയുധങ്ങൾ നേപ്പാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തി. ഇന്ത്യയിൽ എല്ലാ മാഫിയകൾക്കും എല്ലാ അധോലോക അംഗങ്ങൾക്കും ആവശ്യം വേണ്ട ഒന്ന് ആയുധമാണല്ലോ. ആ ആയുധ വിൽപ്പന വൻ ലാഭമുള്ള ബിസിനസ്സാണ്. അത് മനസ്സിലാക്കിയ ബാഗ റെഡ്ഡി വൻ തോതിലാണ് ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി തുടങ്ങിയത്. ഒരു ഭാഗത്ത് ആയുധ വിൽപ്പന, മറ്റൊരു ഭാഗത്ത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ബിസിനസ്, വേറൊരു ഭാഗത്ത് ആളുകളെ ഭയപ്പെടുത്തി പണം പിടുങ്ങുന്ന പരിപാടി. നല്ല പണമുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്നുള്ളതാണ് സകല അധോലോക മാഫിയകളുടെയും പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്. ഏതൊരു പണക്കാരനും ജീവന് നിലനിർത്താൻ പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം സൃഷ്ടിക്കുന്നിടത്താണ് ഈ അധോലോക മാഫിയയിലെ ആളുകളുടെ കരുത്തിരിക്കുന്നത്. ബാഗ റെഡ്ഡിയുടെ കൂടെയുള്ള ഗ്യാങ്ങിന്റെ ആ വലിപ്പവും അവരുടെ കയ്യിലുള്ള ആയുധശേഷിയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ചോദിക്കുന്ന പണം കൊടുത്ത് പ്രശ്നത്തിൽ നിന്ന് തലയൂരും. പണം ഇങ്ങനെ ബാഗ റെഡ്ഡിയിൽ കുമിഞ്ഞു കൂടുകയാണ്. പണം ബാഗ റെഡ്ഡിയിലേക്ക് കുമിഞ്ഞു കൂടി തുടങ്ങിയതും ബാഗ ആ പണത്തിൽ ഒരു ഭാഗം വിവിധ രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചു. മലേഷ്യയിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും ഒക്കെ ബാഗയ്ക്ക് നിക്ഷേപങ്ങളുണ്ടായി. ഹോട്ടലുകളും റീറ്റെയിൽ ബിസിനസ് സംവിധാനങ്ങളും ഇഷ്ടംപോലെ പടുത്തുയർത്തിയ ബാഗ ഹൈദരാബാദിന് സമീപത്ത് 40 ഏക്കറുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടാക്കിയെടുത്തു. ആളുകളെ ഭീഷണിപ്പെടുത്തി നേടുന്ന പണവും, ഡ്രഗ് ബിസിനസ്സിലൂടെ വരുന്ന പണവും, ആയുധ ബിസിനസ്സിലൂടെ വരുന്ന പണവും, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വരുന്ന പണവും, അയാളുടെ റെഗുലർ ബിസിനസ്സുകളിൽ നിന്ന് വരുന്ന പണവും എല്ലാം കൂടി വൻതോതിൽ പണം ബാഗയിലേക്ക് ഒഴുകി വരികയാണ്. ഈ സമയത്താണ് 2005 ബാഗയുമായി ബന്ധപ്പെട്ട ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വൻതോതിൽ ആയുധം പിടിക്കുന്നത്. ആയുധ കള്ളക്കടത്തിനെ കുറിച്ച് അങ്ങനെയാണ് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് പല മാർഗങ്ങളിലൂടെ നേപ്പാളിൽ എത്തിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ രഹസ്യമായി ഇന്ത്യക്കുള്ളിൽ എത്തിച്ച് ഇവിടെയുള്ള മാഫിയകൾക്ക് വിൽക്കുന്ന ആ ബിസിനസ് ശരിക്കും ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ ഭാഗമായി എത്തിയ ഗണ്ണുകളാണ് പോലീസ് പിടികൂടിയത്. പോലീസ്
വെങ്കടേഷ് ബാഗാറെഡ്ഡിയുടെ ആളുകളെ പിടികൂടിയെങ്കിലും ആ കേസ് എങ്ങും എത്താതെ പോയി. വൻ സ്വാധീനം പല മേഖലയിൽ നിന്നും ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുകളിലേക്ക് ഉണ്ടായതും ആ കേസ് ശരിക്കും ആവിയായി പോയെന്ന് പറയാം. ആ കേസ് ഉണ്ടായ സമയത്ത് ബാഗാറെഡ്ഡിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടികൂടിയെന്ന് അറിഞ്ഞ നിമിഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ബാഗാറെഡ്ഡി തായ്ലൻഡിലേക്ക് പറന്നിരുന്നു. 2005 പിടികൂടപ്പെട്ട ആ തോക്കുകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൃത്യം 1 വർഷമായപ്പോൾ ഏതാണ്ട് അങ്ങ് അസ്തമിച്ചു. ആ കേസുമായി ബന്ധപ്പെട്ട് ബാഗാറെഡ്ഡിയുടെ പേരിൽ ഒരു കേസുമില്ല എന്ന ശൈലിയിൽ ഗവൺമെന്റ് ഡിക്ലറേഷൻ വന്നതും 2007 ബാഗാറെഡ്ഡി തായ്ലൻഡിൽ നിന്ന് വീണ്ടും ഹൈദരാബാദിലെത്തി. ബാഗാറെഡ്ഡി തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാണ് 2008 ഏപ്രിൽ 30 ഹൈദരാബാദിലെ പോഷ് മേഖലയായ ബെഞ്ചാരഹിൽ താമസിക്കുന്ന ഫിലിം പ്രൊഡ്യൂസർ നിതീഷ് റെഡ്ഡിയുടെ ഒഫീഷ്യൽ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ലാൻഡ് ലൈനിലേക്കാണ്. കോൾ വിളിച്ചത് ഒരു അസീസ് റെഡ്ഡിയാണ്. അസീസ് റെഡ്ഡി ഫോൺ അറ്റൻഡ് ചെയ്ത നിഖിൽ റെഡ്ഡിയോട് ആവശ്യപ്പെട്ടത് ഒരു ഹ്യൂജ് എമൗണ്ടാണ്. ആ എമൗണ്ട് അസീസ് റെഡ്ഡിക്ക് കൊടുത്തില്ല എങ്കിൽ നിഖിൽ റെഡ്ഡിയെ അവസാനിപ്പിക്കുമെന്നാണ് അസീസ് റെഡ്ഡിയുടെ ഭീഷണി. നിഖിൽ ആ നിമിഷം തന്നെ ബെഞ്ചാരഹിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഏപ്രിൽ 30 ബെഞ്ചാരഹിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിഞ്ഞതും ബെഞ്ചാരഹിൽ പോലീസ് സ്റ്റേഷന് ചുമതലയുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ വളരെ നിർണായകമായ ആ തീരുമാനമെടുത്തു. അസീസ് റെഡ്ഡി എന്ന ബാഗാറെഡ്ഡിയെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. ബാഗാറെഡ്ഡിയെ ഇനിയും വളരാൻ അനുവദിക്കേണ്ട എന്ന ആ സർക്കിൾ ഇൻസ്പെക്ടർ തീരുമാനം പെട്ടെന്ന് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരും അംഗീകരിച്ചു. ബാഗാറെഡ്ഡിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ ആ നിമിഷം ബാഗയെ അവസാനിപ്പിക്കണം. അതാണ് മേലുദ്യോഗസ്ഥരുടെ തീരുമാനം. ബോംബെയിലും കാശിയിലും മാഫിയകൾ ഉണ്ടാക്കിയ ബാഗാറെഡ്ഡി അതേ ശൈലിയിലുള്ള ഒരു മാഫിയ ഹൈദരാബാദിൽ വളർത്താൻ ഇനി അനുവദിക്കേണ്ട. അതാണ് പോലീസ് എടുത്ത തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി 10 അംഗങ്ങളുള്ള ഒരു കമാൻഡോ ഫോഴ്സാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വളരെ രഹസ്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ കമാൻഡോസ് ഏറ്റവും നിർണായകമായ ആ ഇൻഫർമേഷൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബെഞ്ചാരഹിലിലെ സിനിമാ പ്രൊഡ്യൂസറായ നിഖിൽ റെഡ്ഡിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ആസിസ് റെഡ്ഡി ബാഗാറെഡ്ഡിയാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. ആ ആസിസ് റെഡ്ഡി നിഖിൽ റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് പണം പിടിക്കാനായി എത്തുന്ന സമയത്ത് അയാളെ പൊക്കുക. അതാണ് കമാൻഡോസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിഖിൽ റെഡ്ഡി എവിടെ എത്തണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അസീസ് റെഡ്ഡിയാണ്. അസീസ് റെഡ്ഡി പറയുന്ന സ്ഥലത്ത് നിഖിൽ റെഡ്ഡി പണവുമായി എത്തണം. നിഖിൽ റെഡ്ഡി അങ്ങനെ ചെയ്യാമെന്ന് അസീസ് റെഡ്ഡിക്ക് വാക്കുകൊടുത്തു. അസീസ് റെഡ്ഡി സാക്ഷാൽ വെങ്കടേഷ് ബാഗാറെഡ്ഡിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോ പോലീസിന് സംശയമൊന്നുമില്ല. നിഖിൽ റെഡ്ഡിയുടെ കോള് കൃത്യമായും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബെഞ്ചാരഹില്ലിൽ തന്നെയുള്ള മറ്റൊരു പ്രമുഖന് അസീസ് റെഡ്ഡിയുടെ കോള് വരുന്നത്. നിഖിൽ റെഡ്ഡിക്ക് വരുന്ന കോളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പോലീസിന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അസീസ് റെഡ്ഡിയുടെ ഫോൺ നമ്പർ അറിയാം. അസീസ് റെഡ്ഡിയുടെ ആ ഫോണ് നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് പോലീസ്. അപ്പോഴാണ് ബെഞ്ചാരഹില്ലിലെ ഒരു വലിയ ഭൂ ഉടമയ്ക്ക് ഒരു കോൾ വരുന്നത്. ആ കോളിലെ സംഭാഷണം കൃത്യമായും പോലീസ് കേൾക്കുകയാണ്. ആ ഭൂ ഉടമയെ അക്ഷരാർത്ഥത്തിൽ അസീസ് റെഡ്ഡി ഭീഷണിപ്പെടുത്തി. അസീസ് റെഡ്ഡിയുടെ ഭീഷണിക്ക് വിധേയനായ ആ ഭൂ ഉടമ വിവരം പോലീസിനെ അറിയിക്കില്ല എന്ന് ഫോണിലൂടെ പറയുന്നത് പോലീസ് കേൾക്കുകയാണ്. അസീസ് റെഡ്ഡി ആവശ്യപ്പെട്ട അത്രയും പണം ആ ഭൂ ഉടമ കൊടുക്കുകയാണെങ്കിൽ അയാളെ കൊല്ലാതെ വിടാമെന്ന് അസീസ് റെഡ്ഡി പറഞ്ഞതും പണം കൊടുക്കാമെന്ന് ആ ഭൂവുടമ സമ്മതിച്ചു. എവിടെയാണ് പണം കൊണ്ടുവരേണ്ടതെന്നുള്ള ഭൂവുടമയുടെ ചോദ്യത്തിന് ഞങ്ങൾ ബെഞ്ചാരഹില്ലിൽ വരാം, അവിടെ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിച്ചാൽ മതിയെന്ന് അസീസ് റെഡ്ഡി ആ ഭൂവുടമയോട് പറഞ്ഞു. പോലീസ് കാത്തിരുന്ന ആ ഇൻഫർമേഷനാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. പോലീസ് ഭൂ ഉടമയുടെയും അതുപോലെ അസീസ് റെഡ്ഡിയുടെയും ആ ഫോണുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ വിവരം കിട്ടി. അന്ന് രാത്രി ബെഞ്ചാരഹില്ലിൽ കമ്മ്യൂണിറ്റി പാർക്കിന് സമീപത്തുള്ള വീട്ടിലേക്ക് അസീസ് റെഡ്ഡി എത്തുമെന്നും അവിടെ പണവുമായി വരണമെന്നുമാണ് ഭൂ ഉടമയോട് അസീസ് റെഡ്ഡി ആവശ്യപ്പെട്ടത്. ഈ വിവരം അറിഞ്ഞതും പോലീസ് ബെഞ്ചാരഹില്ലിലേക്കുള്ള സകല റോഡുകളും അങ്ങ് ബ്ലോക്ക് ചെയ്തു.
ഒരു സാധാരണ ചെക്കപ്പിന്റെ ശൈലിയിലാണ് ആ ബ്ലോക്കിംഗ് ഒക്കെ. ബെഞ്ചാര ഹില്ലിൽ നിന്ന് പുറത്തേക്ക് ഒരു വാഹനത്തിന് പോകാനോ ബെഞ്ചാര ഹില്ലിലേക്ക് ഒരു വാഹനത്തിന് വരാൻ പറ്റാത്ത ശൈലിയിൽ ഒരു ബ്ലോക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ പോലീസ് നടത്തിയത്. എന്നാൽ അതേ സമയത്ത് മുഴുവൻ ഏരിയയും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് ആർക്കും സംശയം തോന്നാത്ത ശൈലിയിലാണ് ചെക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഒരു റെഗുലർ ചെക്കിംഗ് അങ്ങനെ അത് കാണുന്ന ആർക്കും തോന്നും. പോലീസ് കമാൻഡോസ് ആ കമ്മ്യൂണിറ്റി പാർക്കിന് സമീപത്തുള്ള വീടിന് സമീപത്ത് അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു വാഹനം പോലീസ് ചെക്ക് പോസ്റ്റ് അടുത്തേക്ക് വരുന്നത്. ആ വാഹനത്തെ ദൂരെ നിന്ന് ഐഡന്റിഫൈ ചെയ്ത ഹയർ ഓഫീഷ്യൽസ് ചെക്ക് പോസ്റ്റിലെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു ആ വാഹനത്തെ കടത്തിവിടാൻ. ആ വാഹനം പോലീസ് ചെക്ക് പോസ്റ്റിൽ എത്തിയതും പോലീസ് അധികം പരിശോധന നടത്താതെ ആ വാഹനത്തെ അങ്ങ് കടത്തിവിട്ടു. സാധാരണ ഒരു ചെക്കിംഗ് നടത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കടത്തിവിടുകയായിരുന്നു. അസീസ് റെഡ്ഡിയുടെ ആ വാഹനം അല്പസമയം കഴിഞ്ഞപ്പോൾ നേരെ ബെഞ്ചാര ഹില്ലിന്റെ ആ മേഖലയിലേക്ക് കടന്നു. ആ വാഹനം കറങ്ങി തിരിഞ്ഞ് കമ്മ്യൂണിറ്റി പാർക്കിനെ സമീപത്തേക്ക് എത്തി. അവർ പറഞ്ഞ ആ വീടിന് മുന്നിൽ വാഹനം നിർത്തി അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി തുടങ്ങിയതും ആ 10 കമാൻഡോസും ആ വാഹനത്തെ അങ്ങ് വളഞ്ഞു. വാഹനത്തിൽ നിന്ന് വെങ്കടേഷ് ബാഗറെഡ്ഡിയും കൂട്ടരും പുറത്തിറങ്ങിയപ്പോൾ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് ഓടി വരുന്ന ശബ്ദം അവർ കേട്ടു. തങ്ങൾ പോലീസിനാൽ വളയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ബാഗറെഡ്ഡിയും കൂട്ടരും അതിവേഗം ആ വീടിന്റെ കോർണറുകളിലേക്ക് ഓടി. ഓടുന്നതിനിടയിൽ ബാഗറെഡ്ഡി പോലീസ് നേരെ നിറയൊഴിച്ചു തുടങ്ങി. അവന്റെ കയ്യിലുള്ള ആ AK-56 നിന്ന് ബുള്ളറ്റുകൾ തുരുതുര പോലീസിനെ പാഞ്ഞു വന്നതും പോലീസും തിരിച്ച് നിറയൊഴിച്ചു തുടങ്ങി. ആ വീടിന്റെ മൂലകളിലേക്ക് ഇതിനിടയിൽ ഓടിയെത്തിയിരുന്ന ബാഗറെഡ്ഡിയുടെ ഗ്യാങ് മെമ്പേഴ്സും പോലീസിനെതിരെ നിറയൊഴിച്ചു തുടങ്ങി. ശരിക്കും ഷാർപ്പ് ഷൂട്ടേഴ്സായ 10 കമാൻഡോസാണ് ഇപ്പോൾ ബാഗറെഡ്ഡിയും ടീമിനെയും വളഞ്ഞിരിക്കുന്നത്. അവർക്ക് വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. അത് ബാഗറെഡ്ഡിയെ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ആ കമാൻഡോസിന്റെ പൂർണ്ണ ശ്രദ്ധ ബാഗറെഡ്ഡിയുള്ള കോർണറിലേക്കാണ്. ആ 10 കമാൻഡോസും ബാഗറെഡ്ഡിയുള്ള കോർണറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫയറിംഗ് ആരംഭിച്ചതോടുകൂടി മറ്റ് മൂലകളിലേക്ക് പതുങ്ങിയിരുന്ന 2 ബാഗറെഡ്ഡിയുടെ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആ സന്ദർഭത്തിൽ മതിൽ ചാടി എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. അവർ മതിൽ ചാടി രക്ഷപ്പെടുകയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും കമാൻഡോസ് ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ബാഗറെഡ്ഡിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിറയൊഴിക്കായിരുന്നു. വെടിയുടെ ഒരു പൂരം തന്നെ ബാഗറെഡ്ഡിയുടെ ആ കോർണറിലേക്കുണ്ടായി. ബാഗറെഡ്ഡി അവന്റെ കയ്യിലെ ഗണ്ണിലെ അവസാന തിരയും കമാൻഡോസ് നേരെ തൊടുക്കുകയാണ്. ശരിക്കും അവനൊരു ഷാർപ്പ് ഷൂട്ടറായി ഇതിനിടയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനെ വെല്ലുന്ന സാമർഥ്യമുള്ള കമാൻഡോസാണ് ഈ പ്രാവശ്യം ബാഗറെഡ്ഡിയെ വളഞ്ഞത്. ബാഗറെഡ്ഡിയെ വളഞ്ഞ കമാൻഡോസ് ബാഗറെഡ്ഡിയും അവരും തമ്മിലുള്ള അകലം അനുനിമിഷം കുറച്ചുകൊണ്ട് വരികയാണ്. ശരിക്കും ബാഗറെഡ്ഡിക്ക് അടുത്തേക്ക് ഇരച്ചു കയറിയ ആ കമാൻഡോസ് ബാഗറെഡ്ഡിയുടെ തല മുതൽ കാൽപാദം വരെ വെടിയുണ്ടകൾ കൊണ്ട് അങ്ങ് നിറയ്ക്കുകയായിരുന്നു. ശരിക്കും ആ വെടിയുണ്ടകൾ ബാഗയുടെ ദേഹത്തൂടെ തലങ്ങ് വിലങ്ങ് കയറി ഇറങ്ങി. വെടിയേറ്റ് താഴെ ചിതറി വീഴുമ്പോഴും ബാഗ അവസാന നിമിഷത്തിലും അവൻ്റെ ഗണ്ണിലെ ട്രിഗറിൽ വിരലമർത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവൻ്റെ ആ ട്രിഗർ പിടിച്ച വിരലിലേക്കാണ് ഒരു കമാൻഡോ ലാസ്റ്റിൽ നിറയൊഴിച്ചത്. ബാഗ വെടിയേറ്റ് വീണ് നിശ്ചലനായി കഴിഞ്ഞതും പതുക്കെ പതുക്കെ കമാൻഡോസ് അവൻ്റെ അടുത്തേക്ക് വന്നു. വെങ്കടേഷ് ബാഗറെഡ്ഡിയെക്കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള കമാൻഡോസാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് ശരിക്കും ഒരു ശ്രദ്ധയുണ്ട്. അവൻ മരിച്ചു കിടക്കുന്ന സ്പോട്ടിൽ നിന്ന് പോലും ചാടി എണീറ്റ് തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ് കമാൻഡോസ് ആ ബെഞ്ചാര ഹില്ലിലെ ആ സ്പോട്ടിലേക്ക് നടന്നെത്തിയത്. അവൻ നിശ്ചലനായി എന്ന് മനസ്സിലാക്കിയത് ഉടൻ തന്നെ മേലധികാരികൾക്ക് അവർ ആ സന്ദേശം അയച്ചു. ബാഗറെഡ്ഡി കൊല്ലപ്പെട്ടു. ബാഗറെഡ്ഡിയെ കുറിച്ചുള്ള യഥാർത്ഥ ഇൻഫർമേഷൻ കൃത്യമായും പോലീസിന് നൽകിക്കൊണ്ടിരുന്നത് ബാഗറെഡ്ഡിയുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ്. കൂടെ നിൽക്കുന്ന ആളുകൾ ചതിക്കുമ്പോഴാണ് പലപ്പോഴും ഇതുപോലുള്ള ഗ്യാങ് ലീഡേഴ്സ് ഇല്ലാതാകുന്നത്. ഗ്യാങ് ലീഡേഴ്സ് എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ഇവരൊക്കെയും അതീവ ക്രൂരായ ക്രിമിനലുകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഹൈദരാബാദിനെയും കാശിയും മുംബൈയും ജക്കാർത്തയും തായ്ലൻഡിനെയും ഒക്കെ അടിമുതൽ വിറപ്പിച്ച വെങ്കടേഷ് ബാഗറെഡ്ഡിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.